Good afternoon. Good afternoon, ma'am. 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 Okay, thanks, Leela. Situ, okay, good afternoon. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നമ്മൾ 3 ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടല്ലേ തുടങ്ങിയത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഏതായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അങ്ങനെ 3 വിഭാഗമായിട്ടാണ് നമ്മൾ തിരിച്ചത് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റഡ് ആയി. ഇനി നമുക്ക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇതിൽ പറയുന്ന പല ഡിപ്പാർട്ട്മെന്റുകളും നിങ്ങൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മളൊരു ജനറൽ ഐഡിയ മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ തുടങ്ങിയല്ലേ. അപ്പൊ അങ്ങനെ ഓൾ മ്യൂട്ട് കൊടുക്കണ്ട കേട്ടോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പോ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ് കേട്ടോ. ഒരു കാര്യം കൂടെ പറയാം, നമ്മള് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നിട്ട് അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ, അല്ലെങ്കിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ എന്ന് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് അറിയണം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്നത് ആരൊക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആ രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ ലബോറട്ടറീസ് അല്ലെ, ലാബുകളാണ്. ലബോറട്ടറി സർവീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ലാബ് എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബയോളജിക്കൽ സ്പെസിമെൻസിലൊക്കെ പരിശോധന നടത്തുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണ് ലാബ് എന്ന് പറയുന്നത്. മിക്കവാറും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാല് ഒരു 70% അസുഖങ്ങളും നമ്മൾ ഡയഗ്നൈസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലാബ് ടെസ്റ്റുകളിലൂടെയാണ് അല്ലെ. അതെ, ലാബ് ടെസ്റ്റുകളിലൂടെയാണ് ഒട്ടുമിക്ക ഡയഗ്നോസിസും നടത്തുന്നത്. അപ്പോ ലബോറട്ടറി എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വരുന്നതാണ്. എന്താണ് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് വായിക്കാം. The primary function of a clinical laboratory is to perform lab tests in the 6 main fields of bacteriology, biochemistry, histology, serology, hematology and cytology. Okay, അതായത് ഒരു ലാബിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 പ്രവർത്തന മേഖലകളില് ടെസ്റ്റുകൾ നടത്താനുള്ളതാണ്. 6 പ്രവർത്തന മേഖലകൾ. നിങ്ങൾ ഇനി ലബോറട്ടറി സർവീസ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ ലാബിൽ ചെയ്യുന്ന ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അവിടെ നടത്തുന്ന ഫങ്ഷൻ അനുസരിച്ച് കേട്ടോ. അങ്ങനെയുള്ള ഡിവിഷൻസ് ആണ് ഈ പറഞ്ഞത്. ഒന്ന് ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. സ്റ്റഡി ഓഫ് ബാക്ടീരിയാസ് അല്ലെ, ദാറ്റ് കോസിംഗ് ദ ഡിസീസ്. നമ്മളുടെ ഡിസീസിന് കാരണമാകുന്ന ബാക്ടീരിയസിനെ കുറിച്ചുള്ള ഒരു പഠനത്തിന് നമുക്ക് ബാക്ടീരിയോളജി എന്ന് പറയാം അല്ലെ. പിന്നെ എന്താണ് ബയോ കെമിസ്ട്രി. അത്രയേ ഉള്ളൂ കേട്ടോ. ബാക്ടീരിയ അത് തന്നെ കറക്റ്റ് ആണ്, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. പിന്നെ എന്താണ് ബയോ കെമിസ്ട്രി. ബയോ കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ ഒരു ബയോളജിയുടെ ഒരു ബയോ ഉണ്ട്, കെമിസ്ട്രി ഉണ്ട് അതിനകത്ത് അല്ലെ. ചുരുക്കി പറഞ്ഞാൽ അവിടെ എന്താണ്, അതായത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ കെമിക്കൽ പ്രോസസ്സസ് ഇൻ എ ലിവിംഗ് ഓർഗാനിസം. അതാണ് ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞത്. എന്താണ് സ്റ്റഡി ഓഫ് കെമിക്കൽ പ്രോസസ്സസ് ഇൻ എ ലിവിംഗ് ഓർഗാനിസം. ലിവിംഗ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ ലിവിംഗ് ഓർഗാനിസത്തിനെ കുറിച്ചുള്ള പഠനമാണ് ബയോളജി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ലിവിംഗ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ മനുഷ്യരെ പോലെയുള്ള നമ്മുടെ ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സസ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന പോലെ എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഉണ്ട്, ഹോർമോണൽ റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതും ഉപയോഗിച്ച് അങ്ങനെ ബയോ കെമിസ്ട്രിയിലൂടെ നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും.
അല്ലെ? ഇപ്പൊ ഹോർമോണൽ ഇംബാലൻസസ് മൂലം നമുക്ക് അസുഖങ്ങൾ വരാറുണ്ട് അല്ലെ? അതുപോലെ നമ്മുടെ ശരീരത്തിലെ ചില എൻസൈംസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് അസുഖങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കെമിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന കെമിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എൻസൈംസിന്റെ റിയാക്ഷൻസ്, അതുപോലെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങള്, അതുമൂലമൊക്കെ എന്ത് സംഭവിക്കാം? അസുഖങ്ങൾ, ഇതിലൊക്കെ വരുന്ന വേരിയേഷൻസ് മൂലം നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാം അല്ലെ? അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി, പഠനത്തിനെ നമ്മൾ ബയോകെമിസ്ട്രി എന്നാണ് പറയുക കേട്ടോ. സ്റ്റഡി ഓഫ് കെമിക്കൽ പ്രോസസ് ഇൻ എ ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, അപ്പൊ ആ ഒരു മേഖല. പിന്നെ എന്താണ്? ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി എന്താണെന്ന് അറിയാമോ? സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് കേട്ടോ. എന്താണ്? സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കലകൾ എന്ന് പറയും. അതായത് നമ്മുടെ മനുഷ്യ ശരീരം എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലുകൾ കൊണ്ടാണ് അല്ലെ? കോശങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഈ കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനത്തിനെ നമ്മൾ എന്ത് പറയും? ഹിസ്റ്റോളജി എന്നാണ് പറയാ. പ്രത്യേകിച്ച് നമ്മൾ ക്യാൻസർ പോലെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾക്കും മറ്റുമായിട്ട് നമ്മൾ ടിഷ്യൂസിനെ എന്ത് ചെയ്യാറുണ്ട്? ടെസ്റ്റിങ്ങിന് വിധേയമാക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്? സെറോളജി. സെറോളജി എന്താണ്? സ്റ്റഡി ഓഫ് സെറം. സെറം എന്താണ്? ബ്ലഡ് സെറം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ശരിക്കും പറഞ്ഞാൽ സെറം എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്ലഡിനകത്ത് ധാരാളം ബ്ലഡ് സെല്ലുകളുണ്ട് അല്ലെ? രക്തകോശങ്ങളുണ്ട്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള എന്താണ് രക്തകോശങ്ങളുണ്ട് അല്ലെ നമ്മുടെ ബ്ലഡിനകത്ത്. അപ്പോ ഈ ബ്ലഡിനകത്തുള്ള ഇങ്ങനെയുള്ള സെല്ലുകളെയൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാല്, നീക്കിക്കഴിഞ്ഞാല് ബാക്കിയുള്ള ആ ഒരു ക്ലിയർ പോർഷൻ ഉണ്ടല്ലോ, ക്ലിയർ പോർഷൻ ഓഫ് ലിക്വിഡ്, ആ ക്ലിയർ ലിക്വിഡ് പോർഷനെ നമ്മൾ സെറം എന്നാണ് പറയുക കേട്ടോ. സെറം എന്നാണ് അതിനെ പറയുക. അപ്പോ ഈ സെറോളജി എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് സെറം ആണ്. നമ്മൾ സെറം ടെസ്റ്റ് ചെയ്യും. എപ്പോഴാണെന്ന് അറിയാമോ? ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്? ഫോർ ചെക്കിങ് ദ സ്പെഷ്യൽ ആന്റിബയോട്ടിക്സ് ഇൻ ദ ബ്ലഡ്. അതായത് ആന്റിബയോട്ടിക്സ് അല്ല, സോറി, ആന്റിബോഡീസ് കേട്ടോ. ആന്റിബോഡീസ്. അതായത് ഇപ്പൊ നമ്മൾ കോവിഡ് ഒക്കെ വരുന്ന സമയത്ത്, കോവിഡ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പൊ നിപ്പ പോലുള്ള വൈറസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അബ്നോർമൽ ആയിട്ട് ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചില ആന്റിബോഡീസുകൾ ഉത്പാദിപ്പിക്കപ്പെടും. ഈ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം സെറത്തിനകത്തുണ്ടാവും. അപ്പൊ ഈ സെറം ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഈ സ്പെഷ്യൽ ആന്റിബോഡീസിന്റെ ആ ഒരു പ്രസൻസ് കണ്ടെത്താൻ പറ്റുന്നതിലൂടെ ധാരാളം രോഗങ്ങൾ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാം. ഓക്കെ, അതിനാണ് സെറോളജി എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് സ്റ്റഡി ഓഫ് സെറം ആണ്. സെറത്തിൽ എന്തുണ്ട്? സ്പെഷ്യൽ ആന്റിബോഡീസിന്റെ പ്രസൻസ് ചെക്ക് ചെയ്യാനാണ്. അങ്ങനെ സ്പെഷ്യൽ ആന്റിബോഡീസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ രോഗത്തിനുള്ള എന്തോ ഒരു രോഗം ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സെറോളജി ടെസ്റ്റ്. പിന്നെ ഹെമറ്റോളജി. ഹെമറ്റോളജി നിങ്ങൾക്ക് മിക്കവാറും അറിയുന്നുണ്ടാവാം. എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ്. അതെ, ശരണി കറക്റ്റ് ആണ് കേട്ടോ. ഷമി കറക്റ്റ് ആണ്. എന്താണ് ഹെമറ്റോളജി? സ്റ്റഡി ഓഫ് ബ്ലഡ്. ഓക്കെ, കറക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഹെമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. പിന്നെ എന്താണ്? സൈറ്റോളജി. സൈറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ്. അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. ആദ്യം സ്വിച്ച് കറക്റ്റ് ആണ്. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സെൽ. അങ്ങനെ ഈ പറയുന്ന പ്രവർത്തന മേഖലകളില് ലാബ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? ഇത്തരം ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? ലാബുകളിലാണ് അല്ലെ? ഇതൊക്കെയാണ് ആ വിഭാഗങ്ങള്: ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സെറോളജി, ഹെമറ്റോളജി, സൈറ്റോളജി. ഈ പറയുന്ന 6 പ്രവർത്തന മേഖലകളില് ലാബ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ടെസ്റ്റുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? രോഗം ഡയഗ്നൈസ് ചെയ്യാണ്. രോഗം ഡയഗ്നൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കും അല്ല, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണം. സോ അതുകൊണ്ടാണ് ഇതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അസിസ്റ്റന്റ് മെഡിക്കൽ സ്റ്റാഫ് ഇൻ മേക്കിംഗ് ആൻഡ് കൺഫേമിംഗ് ഡയഗ്നോസിസ് ഇൻ ദി ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. കണ്ടോ? അപ്പൊ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അവർക്ക് രോഗനിർണയത്തിനും അതുപോലെ തന്നെ രോഗം പ്രതിരോധിക്കാനും ചികിത്സയ്ക്കും മറ്റുമായിട്ട് എന്താണ് അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്
എന്താണ് ലാബ് എന്നുള്ളത്. ഓക്കെ, ഈ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കും. ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് റേഡിയോളജി. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ചെയ്യുന്നത്? നമ്മൾ ഈ എക്സ്റേ, സ്കാനിങ്ങുകള് അല്ലെ, ഇതൊക്കെ എവിടെയാണ് ചെയ്യുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതും എന്താണ്? ഒരു ഡയഗ്നോസ്റ്റിക്സ് വിഭാഗമാണ് അല്ലെ. ഒരു ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. The main function of this department is to assist the physician in the diagnosis and treatment of a patient's disease by the use of radiography, fluoroscopy, radioisotopes, and high voltage acceleration. മനസ്സിലായോ? അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയത്തിന്, ഡയഗ്നോസിസിനും പേഷ്യന്റിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പോ അതിനുവേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് റേഡിയോളജിയിൽ? ബൈ ദ യൂസ് ഓഫ് റേഡിയോഗ്രഫി അല്ലെ. റേഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസിങ് എക്സ്റേസ് അല്ലെ. റേഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ എക്സ്റേ ഉപയോഗിക്കുന്നു അല്ലെ. യൂസിങ് എക്സ്റേസ്, അതൊരു മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്സുകളാണ് അല്ലെ. യൂസിങ് എക്സ്റേസ് അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് ഇമേജ് ദ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ബോഡി അല്ലെ. നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറുകളൊക്കെ എന്താണ് ഇമേജ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്റേസ് ഉപയോഗിക്കുന്ന ആ ഒരു മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കിന് നമ്മൾ റേഡിയോഗ്രഫി എന്നാണ് പറയുക കേട്ടോ. പിന്നെ വരുന്നതാണ് ഫ്ലൂറോസ്കോപ്പി. എന്താണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാല്? നമ്മൾ ഈ ഫ്ലൂറോസ്കോപ്പിയിലും ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? എക്സ്റേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സ്റേ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിൽ ഇമേജ് അല്ലേ അല്ലെ, ഒരു സ്റ്റിൽ ഇമേജ് ആണ്. പക്ഷെ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റേസ് ആണ്. ഇറ്റ് യൂസസ് ദ സീരീസ് ഓഫ് എക്സ്റേസ് ടു പ്രൊഡ്യൂസ് ദ റിയൽ ടൈം ഇമേജസ് ഓഫ് ദ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ബോഡി. അതായത് നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ സ്ട്രക്ചറിന്റെ റിയൽ ടൈം ഇമേജ്, ദാറ്റ് മീൻസ് മൂവിംഗ് ബോഡി സ്ട്രക്ചേഴ്സ് കേട്ടോ. അതായത് ബോഡി മൂവ്മെന്റ്സ്, അതായത് മൂവ്മെന്റ്സ് ഓഫ് ദ ബോഡി സ്ട്രക്ചേഴ്സ് കേട്ടോ. അത് ഇമേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ഒരു ടെക്നിക്കാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മൾ എക്സ്റേസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സ്റേ അല്ല, ഒരു സീരീസ് ഓഫ് എക്സ്റേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ പോലെ, അതായത് ഒരു റിയൽ ടൈം ഇമേജ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. മൂവിംഗ് ബോഡി സ്ട്രക്ചേഴ്സ്, അതായത് ബോഡിയുടെ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്റേസ് തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇമേജിംഗ് മെത്തേഡാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മളത് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വല്ല കത്തീറ്റർ കയറ്റുകയോ, കത്തീറ്ററുകളൊക്കെ കയറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് കറക്റ്റ് ആയിട്ട് അത് ട്രാക്ക് ചെയ്യാനും മറ്റുമായിട്ടൊക്കെ നമ്മൾ ഫ്ലൂറോസ്കോപ്പിയാണ്. അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും കടത്തി വിട്ട് കഴിഞ്ഞാല് ഇപ്പൊ എന്താണ് നമ്മൾ ഈ ഫ്ലൂറോസ്കോപ്പി ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മൂവിംഗ് ബോഡി സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ കയറ്റി വിടുന്ന ആ ഒരു ഉപകരണങ്ങൾ ശരീരത്തിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ മൂവ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫ്ലൂറോസ്കോപ്പിയിലൂടെ ചെക്ക് ചെയ്യാനായിട്ട്, ഫ്ലൂറോസ്കോപ്പി സംവിധാനം ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതെന്താണെന്ന് നമ്മളോട് ചോദിക്കില്ല. റേഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ എക്സ്റേ ആണ്. എക്സ്റേ എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഇമേജ് ആണ്. പക്ഷെ ഫ്ലൂറോസ്കോപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സ്റേസ് പക്ഷെ അവിടെ ഒരെണ്ണമല്ല, ഒരു സീരീസ് ഓഫ് എക്സ്റേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതായത് റിയൽ ടൈം ഇമേജസ് ഓഫ് ദ ബോഡി സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന്റെ ഒരു റിയൽ ടൈം ഇമേജ്, മൂവിംഗ് ബോഡി സ്ട്രക്ചേഴ്സ് നമ്മൾ അവിടെ ഇമേജ് ചെയ്യുന്നതിനെയാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് റേഡിയോ ഐസോട്ടോപ്സ് ആണ്. റേഡിയോ ഐസോട്ടോപ്സിനെ പറ്റി നമുക്കറിയാം. നമ്മൾ എവിടെ പഠിച്ചു? ന്യൂക്ലിയർ മെഡിസിനകത്ത് പഠിച്ചു അല്ലെ. റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റംസ് ആണ്. ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത, ഒട്ടും സ്ഥിരതയില്ലാത്ത ആറ്റംസ് ആണ്. പക്ഷെ അതെന്തിന് പുറത്തേക്ക്? റേഡിയോ എന്ന് പറയുന്നത് തന്നെ റേഡിയേഷൻസിന് പുറത്ത് വിടുന്ന മെറ്റീരിയൽസ് ആണ്. ദാറ്റ് മീൻസ് ആൽഫ റേസ്, ബീറ്റ റേസ്, ഗാമ റേസ്, അങ്ങനെയുള്ള റേസുകളെയൊക്കെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എന്താണ്? അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റംസിനെയാണ് നമ്മൾ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഈ റേഡിയേഷനെ പുറത്തു വിട്ടുകൊണ്ടാണ്
അവരെന്തായി മാറുന്നത്? സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. ബേസിക്കലി ദീസ് ആർ അൺസ്റ്റേബിൾ മെറ്റീരിയൽ ആണ്. പക്ഷെ ഈ പറയുന്ന റേഡിയേഷൻസിന് പുറത്തോട്ട് റിലീസ് ചെയ്തിട്ടാണ് അത് സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. ഈ റേഡിയോ ഐസോട്ടോപ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ന്യൂക്ലിയർ മെഡിസിനിൽ പഠിച്ചില്ലേ? ക്യാൻസർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മെഡിസിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? തൈറോയിഡ് ക്യാൻസർ, തൈറോയിഡിന്റെ ചികിത്സയ്ക്കും മറ്റുമൊക്കെ റേഡിയോ ഐസോട്ടോപ്സ് നമ്മൾ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ ഇമേജിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പഠിച്ച ന്യൂക്ലിയർ മെഡിസിൻ അല്ലെ? അതിൽ നമ്മൾ പറഞ്ഞില്ലേ, ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി, ചെറിയ അളവില് റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുന്നു. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇമേജ് ചെയ്യുന്നു. സ്പെക്ട്, പെക്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് റേഡിയോ ഐസോട്ടോപ്സ് അല്ലെ? പിന്നെ എന്താണ്? ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ എനർജി റേഡിയേഷൻസ്. ഇവിടെ ഉപയോഗിക്കുന്നത് ഓങ്കോളജിയിൽ നമ്മൾ പഠിച്ചില്ലേ? ഓങ്കോളജിയിൽ നമ്മൾ പഠിച്ചില്ലേ? റേഡിയേഷൻ ഓങ്കോളജി. ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളെ നശിപ്പിക്കാനായിട്ട് ഹൈ എനർജി ഉള്ള റേഡിയേഷൻസിന് നമ്മൾ ഉപയോഗിച്ച ആ സെല്ലുകളിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ റേഡിയേഷൻ ഓങ്കോളജിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹൈ വോൾട്ടേജ് ആക്സിലറേറ്റഡ് റേഡിയേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് അതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എക്സ്റേ സ്കാനിങ്ങുകളും മറ്റും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി. ഇനി നോക്കാം, ദ വാരിയസ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്? എക്സ്റേ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? പിന്നെയോ CT സ്കാൻ മെഷീൻ. CT എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എന്നാണ് കേട്ടോ. പഠിക്കും നിങ്ങൾ, ഇതിൽ എഴുതി വെച്ചോളൂ കേട്ടോ. കമ്പ്യൂട്ടഡ്, കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടഡ്, COMPUTED. ഓക്കെ ശരണ്യ, കറക്റ്റ് ആണ് കേട്ടോ. അത് തന്നെ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി കേട്ടോ, CT സ്കാന്. പിന്നെ അടുത്തത് എന്താണ്? MRI മെഷീൻ അല്ലെ? MRI സ്കാൻ ചെയ്യാനായിട്ട് MRI മെഷീൻ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് കേട്ടോ. എഴുതിയെടുത്തോളൂ കേട്ടോ. പഠിക്കുന്നുണ്ട് പിന്നീട്, എങ്കിലും ഇപ്പോഴേ നിങ്ങൾ എഴുതി വെച്ചോളൂ. മാഗ്നറ്റിക്, MAG, മാഗ്നറ്റിക്. അതെ, പ്രസ്ഥാനം എഴുതിയിട്ടുണ്ട്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഓക്കെ, MRI മെഷീൻ കേട്ടോ. പിന്നെന്താണ്? എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം എന്താണ്? എക്കോ കാർഡിയോ. കാർഡിയോ എന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെയാണെന്ന് മനസ്സിലായല്ലോ. എക്കോ എന്ന വാക്ക് പൊതുവെ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയാ പറയാം? എക്കോ, എക്കോ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയാം? ഒന്ന് പറഞ്ഞേ, എക്കോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പറയില്ലേ? എക്കോ കേൾക്കുന്നു, എക്കോ വരുന്നുണ്ട് എന്നൊക്കെ പറയാൻ. ഇയർ, ഇയർ മീൻസ് എന്താ? സൗണ്ട് അല്ലെ? അതെ, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട്, സൗണ്ടിലേക്ക് എത്താൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൃദയത്തിന്റെ എന്താണ് പിക്ചർ, ഇമേജ് എടുക്കുന്ന ആ ഒരു ടെക്നിക്കിനെ നമ്മൾ എക്കോ കാർഡിയോഗ്രാം എന്നാണ്. കാർഡിയോ കേൾക്കുമ്പോൾ ഹൃദയമാണെന്ന് മനസ്സിലായി. എക്കോ കാർഡിയോ, എക്കോ എന്ന് പറയുമ്പോൾ സൗണ്ട് വേവ്സ് ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ നമ്മള് അൾട്രാസൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൃദയത്തിനെ നമ്മൾ എന്താണ് ഇമേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ എക്കോ കാർഡിയോഗ്രാം എന്നാണ്. എക്കോ ടെസ്റ്റിനൊക്കെ ഡോക്ടേഴ്സ് എഴുതി തരാറുണ്ട് അല്ലെ? എക്കോ ടെസ്റ്റ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട്. കളർ ഡോപ്ലർ എന്ന് പറയുന്നത് കളേർഡ് ആയിട്ടാണ് നമ്മൾ അവിടെ ഇമേജ് ചെയ്യുന്നത് കേട്ടോ. കളേർഡ് ആയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഹൃദയത്തിന്റെ തന്നെ ഈ ബ്ലഡ് വെസലുകളൊക്കെ നമുക്ക് കളേർഡ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ആർട്ടറിയിൽ പോകുന്നതും വെയിലൂടെ പോകുന്നതും അതൊക്കെ ഈ പറയുന്ന പോലെ കളേർഡ് ആയിട്ട് കാണുന്ന രീതിയിലുള്ള ആ ഒരു ഇമേജിംഗ് മെത്തേഡിനെയാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മെഷീൻസുകളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? എക്സ്റേ മെഷീൻ, CT സ്കാൻ മെഷീൻ, MRI മെഷീൻ, എക്കോ കാർഡിയോഗ്രാം, അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. ഓക്കെ, ക്ലിയർ ആണോ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അഥവാ CSSD. എന്താണ് CSSD? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, CSSD. അപ്പോ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, സ്റ്റെറൈൽ എന്നൊക്കെ കേൾക്കുമ്പോൾ സ്റ്റെറിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
നമ്മൾ എന്തിനാ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? അത് തന്നെയാണ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആണ് അതല്ലേ? അതെന്നെ ഷാനിജയം ഫ്രീ ആണ് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ അന്തരീക്ഷം അത് അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് CSST ആണ്. ഓക്കെ, this department is in charge of keeping all the instruments used in the hospital clean and sterilized to avoid the spreading of infections throughout the hospital. അല്ലെ? ഹോസ്പിറ്റലിൽ മുഴുവനും ഈ പറയുന്ന ഇൻഫെക്ഷന്റെ അണുബാധ അല്ലെ ആ ഒരു അണുബാധ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ എല്ലാ ഇൻസ്ട്രുമെന്റുകളും ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്താണ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ CSST എന്നാണ് പറയുന്നത്. അതിന് ഫുൾ ഫോം പഠിക്കണേ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. They follow a strict procedure for sterilizing medical and surgical instruments. അല്ലെ? ഈ പറയുന്ന മെഡിക്കൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കർശനമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ പഠിക്കും? CSST എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് ഈ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എന്താണ് റൂളുകൾ, പ്രൊസീജിയറുകൾക്ക് അനുസൃതമായിട്ടാണ് ഈ പറയുന്ന സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഓക്കെ ആണല്ലോ? CSST മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടോ, ഒരു ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ സ്പ്രെഡിങ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേട്ടോ, നാലാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലില് ഒരുപാട് നമുക്കറിയാം അല്ലെ, ബാത്റൂമും മറ്റൊക്കെ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് അല്ലെ? ബാത്റൂം വാഷ് ചെയ്യാൻ, റൂം ക്ലീൻ ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ് അല്ലെ, അതുപോലെ പേഷ്യൻസ് ഉപയോഗിക്കുന്ന ചില ഹോസ്പിറ്റലിൽ നമ്മൾ ക്ലീനിങ് ആണ് അല്ലെ, പേഷ്യൻസിന് ചിലപ്പോൾ ഡ്രസ്സുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് മറ്റുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലോണ്ടറി, ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഹോസ്പിറ്റലിൽ മൊത്തത്തില് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്. ഇതും സെൻട്രൽ സ്റ്റെറൈലും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ചോദ്യം നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഹോസ്പിറ്റലിലെ അണുവ്യാപനം തടയുന്നതിനും സ്റ്റെറിലൈസേഷനും വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് CSST ആണ്. അതേസമയം ഒരു ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ഹൗസ് കീപ്പിംഗ് ആണ് കേട്ടോ. രണ്ടും തമ്മിൽ കണക്ഷൻ തോന്നും, മാറിപ്പോകരുത് കേട്ടോ. This department takes the charge of keeping the hospital clean and neat. കേട്ടോ, അത് ഹോസ്പിറ്റൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. It involves doing the laundry and cleaning all the rooms of the hospital and effectively disposing of medical waste according to the strict hospital disposal procedures. കേട്ടോ, അതെ, അതായത് മൊത്തത്തിൽ എന്താണ്, ഒരു ഹോസ്പിറ്റലുകളിലുള്ള റൂമുകളൊക്കെ ക്ലീൻ ചെയ്യുക, അവിടുത്തെ തുണിത്തരങ്ങളും മറ്റും വൃത്തിയാക്കുക, അങ്ങനെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മെഡിക്കൽ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുക. അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? അക്കോർഡിംഗ് ടു ദി സ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അല്ലെ, ഹോസ്പിറ്റലിലെ കർശനമായിട്ടുള്ള എന്താണ് ഡിസ്പോസൽ പ്രൊസീജിയറുകൾക്ക് അനുസൃതമായിക്കൊണ്ട് മെഡിക്കൽ വേസ്റ്റുകൾ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലാവില്ലേ എല്ലാവർക്കും? ഓക്കെ,
അടുത്തതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അഥവാ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭക്ഷണ സേവനങ്ങൾ അല്ലെ, അത് ഹോസ്പിറ്റലിലെ ഭക്ഷണ സേവനങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. പെട്ടെന്ന് ഡയറ്ററി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ക്യാൻറ്റീനുമായിട്ട് കണക്ട് ചെയ്യരുത് കേട്ടോ. ക്യാൻറ്റീൻ വേറെയാണ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അവിടെ ഡയറ്റീഷ്യൻസും മറ്റുള്ളവരും ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ക്യാൻറ്റീനായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ തോന്നും. ക്യാൻറ്റീൻ എന്ന് പറയുന്നത് പലരും കോൺട്രാക്ട് എടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഫസ്റ്റ് കറക്റ്റ് ആണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ, അതായത് ഒരു ഡയറ്റീഷ്യന്റെ ഒരു എന്താണ് സേവനത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് food services to inpatients, their families, and staff of the hospital based on a nutritional menu provided by the nutrition department. അത് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ന്യൂട്രീഷണൽ മെനു പ്രകാരം ഇൻപേഷ്യൻസിനും അവരുടെ ഫാമിലീസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റാഫുകള് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫുഡ് സേവനങ്ങൾ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഇനി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരാണ്? ഡയറ്റീഷ്യൻ ആണ്. ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ് കേട്ടോ. ദ ഡയറ്റീഷ്യൻ ഇസ് എ മെമ്പർ ഓഫ് ദ ഹെൽത്ത് ടീം ആൻഡ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് ദ നഴ്സിംഗ് സർവീസസ് പേഴ്സണൽസ് ഇൻ മീറ്റിംഗ് ദ പേഷ്യൻസ് ന്യൂട്രീഷണൽ നീഡ്സ് ആൻഡ് ഇൻ ടീച്ചിങ്. ഓക്കെ, അപ്പോ ഈ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്ത് ടീമിന്റെ തന്നെ ഭാഗമാണ് കേട്ടോ. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്, ഒരു ഹെൽത്ത് ടീമിന്റെ ഭാഗമാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്? പേഷ്യൻസിന്റെ പോഷകാഹാര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവരെ ടീച്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് ഡയറ്റിനെ സംബന്ധിച്ചുള്ള കൗൺസിലിംഗും മറ്റും കൊടുക്കുക അല്ലെ. ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കാനും അവരുടെ പോഷകാഹാര ആവശ്യങ്ങളും മറ്റും നിറവേറ്റാനായിട്ട് മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് നഴ്സസുമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ടീമിന്റെ ഒരു മെമ്പർ, ഹെൽത്ത് ടീമിന്റെ ഒരു പ്രൊഫഷണൽ ആണ് ആര്? ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, he or she is responsible for the ordering of supplies and the supervision of all staff engaged in the preparation and delivery of ഫുഡ്. അദ്ദേഹം എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്ലൈസ് മീൻസ് ഫുഡ് സപ്ലൈസുകളെല്ലാം തന്നെ ഓർഡർ ചെയ്യുന്നതിനും അതുപോലെ ഫുഡും മറ്റും പ്രിപ്പയർ ചെയ്യുകയും വിതരണം ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ട മേൽനോട്ടം കൊടുക്കുന്നതും അല്ലെ, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതും അവരെ ഡയറക്ട് ചെയ്യുന്നതും ആരാണ്? ഈ പറയുന്ന ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡയറ്ററി സർവീസസിനകത്ത് നിങ്ങൾ പഠിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ സോഷ്യൽ വർക്ക് നമ്മൾ പറയില്ലേ, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. MSW കാരൊക്കെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. നോക്കാം, ദിസ് ഡിപ്പാർട്ട്മെന്റ് മാൻഡ് വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് helps the patient and their families deal with a broad range of psychosocial issues and stresses related to coping with illness and maintaining health. അത് വേറൊന്നുമല്ല, പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു ഹെൽപ്പ് വളരെയധികം ആവശ്യമാണ് അല്ലെ. അതായത് ഈ പറയുന്ന സാമൂഹികമായിട്ടും മാനസികമായിട്ടും ഇഷ്യൂസ് ഒക്കെ നേരിടാനും അതുപോലെ അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ പറയുന്ന ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ നേരിടാനും ഒക്കെ പേഷ്യൻസിനെ അവരുടെ ഫാമിലീസിനെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്രസ്സസ് ദ ചാലഞ്ചസ് ദ ഫാമിലീസ് ഫേസ് അല്ലെ. അവരുടെ ഈ പറയുന്ന പേഷ്യന്റിന്റെ ഫാമിലീസ് അല്ലെ അവര് നേരിടുന്ന എല്ലാവിധ ചാലഞ്ചസുകളെ ഫേസ് ചെയ്യാനും അല്ലെ അതിനെയൊക്കെ അവരെ നേരിടാൻ പ്രാപ്തരാകുന്നതും അതുപോലെ ഇൻക്രീസ് ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ. ഇതൊക്കെ ഓരോ പോയിന്റുകളാണ് കേട്ടോ. അതായത് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ
ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്രസ്സസ് ദ ചാലഞ്ചസ് ഫാമിലി ഫേസ്, അല്ലെ? പേഷ്യന്റിന്റെ ഫാമിലി ഫേസ് ചെയ്യുന്ന എല്ലാ ചാലഞ്ചസുകളെയും അവർ എന്ത് ചെയ്യുന്നുണ്ട്? അഭിമുഖീകരിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഇൻക്രീസ് ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ. എല്ലാ ആളുകൾക്കും, എല്ലാ രോഗികൾക്കും ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ ആക്സസിബിൾ ആക്കി കൊടുക്കുന്നു, അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു, അല്ലെ? പിന്നെന്താണ്? ആൻഡ് സെർവ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഡോക്ടേഴ്സ് ആൻഡ് ദ ഇൻഡിവിജ്വൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. അതിന് പുറമെ ഡോക്ടേഴ്സിനും പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും ഇവർ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ആ ഒരു അവർക്കിടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വരുന്നത് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ? ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ്, അല്ലെ? അതെ, റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അല്ലെ? പേഷ്യൻസിനെ പുനരധിവസിപ്പിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുരുതരമായിട്ട് അസുഖങ്ങൾ വന്ന് അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് എന്താണ് ഈ പറയുന്ന പോലെ പരിക്കോ മറ്റോ ഒക്കെ സംഭവിച്ചിട്ടുള്ള രോഗികളെ അവരുടെ ഒരു പഴയ ലൈഫിലോട്ട് റെസ്യൂം ചെയ്യാനായിട്ട്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് എന്ത് പറയാം? ഫിസിയോതെറാപ്പി. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് rehabilitation patients. Mostly linked to the orthopedics department. കൂടുതൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇത് ലിങ്ക് ചെയ്യുന്നത്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? അതായത് നമ്മുടെ ഈ പറയുന്ന ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചതാണ്, അല്ലെ? എന്താണ്? ഈ പറയുന്ന മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെ? ബോൺസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. നിങ്ങൾ ചിന്തിക്കുക അത് മാത്രമായിട്ടാണ് അതിന് കണക്ഷൻ വരുന്നത്, മറ്റു പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്ഷൻ വരുന്നില്ല. കണക്ഷൻ വരുന്നുണ്ട്, ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്റ്റഡ് ആണ് അവര്. അതുപോലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും അവർ കണക്റ്റഡ് ആണ്. പക്ഷെ ഇവര് പറയുന്നത് മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കൂടുതലും ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഏത്? ഫിസിയോതെറാപ്പി. അതുപോലെ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഹീലിംഗ് തെറാപ്പി ദാറ്റ് വിൽ ഹെൽപ്പ് എ പേഷ്യന്റ് റിസ്യൂം നോർമൽ ഫങ്ഷനിങ്. അതെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബോഡി ഹീലിംഗ് തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്. അത് രോഗിയെ പഴയ ഒരു നോർമൽ ഫങ്ഷനിലോട്ട് അവരെ എന്താണ് റിസ്യൂം ചെയ്യാനായിട്ട്, തിരിച്ച് പഴയൊരു ഫങ്ഷനിലോട്ട് അവരെ എത്തിക്കാനായിട്ട് അത് വളരെയധികം സഹായിക്കുന്നു. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് ഔട്ട് പേഷ്യന്റ് ആസ് വെൽ ആസ് ഇൻപേഷ്യന്റ് സർവീസ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും കൊടുക്കുന്നുണ്ട്, ഇൻപേഷ്യന്റ് സേവനങ്ങളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫാർമസി. ഫാർമസി എല്ലാവർക്കും അറിയാം. എന്താണ് ഫംഗ്ഷൻ? മെഡിസിൻസ് വിതരണം ചെയ്യുന്നത് ഫാർമസിയാണ്, അല്ലെ? ഓക്കെ, എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ബി എക്വിപ്ഡ് വിത്ത് എ ഫാർമസി വിച്ച് പ്രൊവൈഡ്സ് ഡ്രഗ്സ് ഫോർ ദ എൻറ്റയർ ഹോസ്പിറ്റൽ, അല്ലെ? മുഴുവൻ ഹോസ്പിറ്റലിനും ആവശ്യമായിട്ടുള്ള മരുന്നുകള്, അല്ലെ? ഇതെല്ലാം തന്നെ വിതരണം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫാർമസിയാണ്. ഓക്കെ, ഇറ്റ് നോട്ട് ഓൺലി പ്രൊവൈഡ്സ് മെഡിക്കേഷൻ for the patient but also provides the other drugs and instruments used by all the departments in the hospital for the patient's care or surgeries. മരുന്നുകൾ മാത്രമല്ല കേട്ടോ, മരുന്നുകൾ മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സുകള്, അതുപോലെ പേഷ്യന്റിന്റെ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകളും മരുന്നുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഫാർമസിയാണ്, അല്ലെ? ഓക്കെ, and it is run by a pharmacist. അല്ലെ? ഫാർമസി റൺ ചെയ്യുന്നത് ഫാർമസിസ്റ്റ് ആണ്. ഫാർമസി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് സർവീസ്. ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെ സേവനങ്ങളാണ്? നോക്കി ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. എന്തൊക്കെയാണെന്ന്? പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അല്ലെ? ഈ പറയുന്ന മരുന്നുകള്, മെഡിക്കേഷൻസും ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നു, അത് സപ്ലൈ ചെയ്യുന്നു, അല്ലെ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫാർമസിയാണ്, അല്ലെ? അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ എന്റേത് ഡിപ്പാർട്ട്മെന്റ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള് വിവിധ യൂണിറ്റുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഫാർമസിയാണ്. അത് പർച്ചേസ് ചെയ്യും, ചിലത് അവിടെ മാനുഫാക്ചർ ചെയ്യും. അങ്ങനെ അത് പർച്ചേസ് ചെയ്ത് അത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിതരണം ചെയ്യുന്നത് ഫാർമസിയാണ്. പിന്നെന്താണ്? ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. ഇൻപേഷ്യൻസിന് ആവശ്യമായിട്ടുള്ളതും അതുപോലെ ഔട്ട് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഡിസ്പെൻസിങ് ചെയ്യുന്നത് ആരാണ്? ഫാർമസിയാണ്. പിന്നെയോ ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി.
ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ്. ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ് തന്നെയാണ്. ക്ലിനിക്കൽ ഫാർമസി ഉണ്ട്, വാർഡ്. ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുമ്പോൾ കൂടുതൽ എന്താണ്, വാർഡ് ഫാർമസി എന്താണ്, വാർഡുകളിലൊക്കെയുള്ള പേഷ്യൻസ്, അതായത് ഇൻപേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നതുണ്ട്. അല്ലാത്ത ക്ലിനിക്കൽ ഫാർമസി ഉണ്ട്, ദാറ്റ് മീൻസ് ഔട്ട് പേഷ്യൻസിന്. ഓക്കെ, ഔട്ട് പേഷ്യൻസിന് ഈ പറയുന്ന തന്നെയാണ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റും വിതരണം ചെയ്യുന്നു. പിന്നെന്താണ്, doctors are usually given a set of procedures of medication by the pharmacy to use as a guide കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് മെഡിക്കേഷന്, ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാർമസി എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ അല്ലെ, മെഡിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം, ആ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ട് ഒരു ഗൈഡ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫാർമസി ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡോക്ടേഴ്സിന് ഒരു ഗൈഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. നമ്മൾ അതിനൊരു പേര് പറയും, ഹോസ്പിറ്റൽ ഫോർമുലറി എന്നാണ് പറയുക കേട്ടോ. അതിന്റെ പേര് നിങ്ങൾ ഫാർമസി പഠിക്കുമ്പോൾ പഠിക്കും, ഹോസ്പിറ്റൽ ഫോർമുലറി എന്നാണ് പറയുക. അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ പേഷ്യന്റിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർക്ക് അറിയണം അവരുടെ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ അവൈലബിൾ ആണ്, ഏതൊക്കെ മരുന്നുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഡോക്ടർക്ക് അറിയാം. അതനുസരിച്ചിട്ടാണ് ഡോക്ടർ മരുന്ന് എഴുതുന്നത്. ആ മരുന്നുകളാണ് ആ ഹോസ്പിറ്റൽ ഫാർമസിന്ന് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ഓരോ ഡോക്ടേഴ്സിന് ഒരു ഗൈഡ് കൊടുക്കുന്നുണ്ട് ഫാർമസി. അതായത് ആ ഒരു ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം, എന്തൊക്കെ മരുന്നുകളാണ് എന്ന് കൃത്യമായിട്ട് ഡോക്ടേഴ്സിന് ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഗൈഡ്, ഈ പറയുന്ന ഫാർമസി ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് മനസ്സിലാക്കുന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഫാർമസി ക്ലിയർ അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കൂട്ടെ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ അത്രയാണ് ഫാർമസിയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് MRD ഡിപ്പാർട്ട്മെന്റ് അഥവാ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, എന്തായിരിക്കും മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ, പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നോക്കാം, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് all the records or files of inpatients as well as outpatients. അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഇൻപേഷ്യൻസിന്റെയും ഔട്ട് പേഷ്യൻസിന്റെയും റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ എന്ത് പറയും, MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് വിത്ത് ദീസ് റെക്കോർഡ്സ് that medical statistics can be formulated and it serves as a reference for the future purpose. അപ്പോ ശരിക്കും മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ റെക്കോർഡാണ് കേട്ടോ. ശരിക്കും ഒരു ലീഗൽ റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റെക്കോർഡിനെ ബേസ് ചെയ്തിട്ടാണ് മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതും അത് ഫ്യൂച്ചർ പർപ്പസിന്, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാര്യം മെഡിക്കൽ റെക്കോർഡ് ഞാൻ പറഞ്ഞ പോലെ ലീഗൽ റെക്കോർഡാണ്, അത് നിർബന്ധമായിട്ടും സൂക്ഷിച്ചിരിക്കണം. ആ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പല ഫ്യൂച്ചർ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പേഷ്യൻസിന്റെ, അതായത് ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവരുടെയും ഹെൽത്ത് റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് MRD ആണ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. പഠിച്ചു വെക്കുന്നു കേട്ടോ. MRD എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് എന്താണ്, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട് അല്ലെ, മറ്റു മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല അല്ലെ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട്
ഫിസിക്കൽ ഫെസിലിറ്റികൾ ഉണ്ട് അല്ലെ. അത്തരം ഫിസിക്കൽ ഫെസിലിറ്റികൾ, അതായത് ഹോസ്പിറ്റലിന്റെ ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും കൃത്യമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് എന്ത് പറയാം? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നോക്കാം. This department ensures that the hospital is in operable condition. അതെ, ഒരു ഹോസ്പിറ്റൽ പ്രവർത്തനക്ഷമമായിട്ട് നിലനിർത്തുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി വേണം, AC ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്താണ് വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലാതെ ഒരിക്കലും എന്തിനു പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ പറ്റില്ല അല്ലെ. ഇതെല്ലാം തന്നെ കൺഫേം ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇറ്റ് മേക്സ് പ്ലാൻസ് ആൻഡ് പെർഫോംസ് വാരിയസ് പ്രോജക്ട്സ് ഫോർ ദ ഹോസ്പിറ്റൽ. അല്ലെ, പറയുന്ന ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുക, പുതിയ പുതിയ പ്രോജക്റ്റുകൾ, ഇതെല്ലാം തന്നെ തയ്യാറാക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് മേക്സ് ഷുവർ ദാറ്റ് all electrical facilities are in perfect condition, performs repair and replacement work for air conditioning units, plumbing and steel works. കേട്ടോ, അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ആ ഹോസ്പിറ്റലിലെ എല്ലാ ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസുകളും പെർഫെക്റ്റ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുന്നു. അതുപോലെ പെർഫോംസ് റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് വർക്ക് ഫോർ എയർ കണ്ടീഷനിങ് അല്ലെ. ഈ പറയുന്ന AC-യുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുക, അത് മാറ്റി സ്ഥാപിക്കുക അല്ലെ, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. പ്ലംബിംഗ് വർക്കുകള്, സ്റ്റീൽ വർക്കുകള്, ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അടുത്തത് എന്താണ്? 11ാമത്തെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. പഠിച്ചു വെക്കുന്നു കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, this department is responsible for purchasing all supplies and equipment for the hospital. അല്ലെ, ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്ലൈസും എക്യുപ്മെന്റ്സുകളും പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് എന്ത് പറയാം? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ്. അറിയാലോ, ഒരു ഹോസ്പിറ്റലിന് ധാരാളം സപ്ലൈസുകൾ അല്ലെ, ഒത്തിരിയേറെ എക്യുപ്മെന്റ്സുകള്, മെഷീനറീസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച്, അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സുകള്, മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സുകള് അല്ലെ, എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഒരു ചോദ്യമുണ്ട്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ 12ാമത്തെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. നോക്കാം. All hospitals today use computers to keep track of patient records and other medically related affairs. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റൽസും പേഷ്യന്റിന്റെ റെക്കോർഡുകൾ ട്രാക്ക് ചെയ്യാനും മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെല്ലാ ഡോക്യുമെന്റ്സുകളും കൈകാര്യം ചെയ്യാനും ഇത് കമ്പ്യൂട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. പണ്ടത്തെ പോലെ പേപ്പർ ഫയലുകൾ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് മാറി. ഇപ്പെല്ലാം സിസ്റ്റം വൈസ്ഡ് ആയിട്ടാണ് ആളുകൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. അപ്പോ therefore this department provides technical support as and when needed and keeps the system updated and provides support when the systems fail. കണ്ടോ, അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, ഒരു ഹോസ്പിറ്റലിന് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ് അല്ലെ. സാങ്കേതികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതാണ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവരെന്ത് ചെയ്യുന്നു? അതായത് കീപ്സ് ദ സിസ്റ്റംസ് അപ്ഡേറ്റഡ്. സിസ്റ്റംസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ആക്കുന്നു, അതുപോലെ എല്ലാവിധ സപ്പോർട്ടുകളും അവർ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ മെഡിക്കൽ റെക്കോർഡുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും സിസ്റ്റം വൈസ്ഡ് ആയിട്ട് ചെയ്യും. കമ്പ്യൂട്ടറിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പിന്നെയോ they also aim to provide effective online services for the patients. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ സേവനങ്ങളെല്ലാം തന്നെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെൽപ്പ് ടു കീപ് the entire hospital informed of certain events that takes place within the hospital.
അതുപോലെ ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന വിവിധ ഫംഗ്ഷൻസുകള് ഇവന്റ്സുകളെ പറ്റിയിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്യുന്നതിനും നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ വലിയ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യുന്ന ഇവന്റ്സുകളോ ഫംഗ്ഷൻസുകളോ ഒക്കെ വരുമ്പോൾ അത് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും പാസ് ചെയ്യുന്നതിനും നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? എളുപ്പമുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളാണ് അല്ലെ? ഓർത്തു വെക്കാം. അപ്പൊ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ലബോറട്ടറി, അതുപോലെ തന്നെ റേഡിയോളജി. അതാണ് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില്. ഓക്കെ, പിന്നെ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന ക്ലീനിങ്, ലോണ്ടറി അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. CSST എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ മൊത്തത്തിൽ അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് തെറ്റിപ്പോലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറഞ്ഞത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ക്ലിയർ? അങ്ങനെ നമുക്ക് ലാസ്റ്റത്തെ ഡിപ്പാർട്ട്മെന്റിലോട്ട് കടക്കാം കേട്ടോ. ലാസ്റ്റത്തെ ഡിവിഷൻ. അപ്പൊ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരേ ഒരു ഡിവിഷനും കൂടെ പഠിക്കാനുള്ളൂ. ഇതാണത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, മറ്റൊന്ന് ഹ്യൂമൻ റിസോഴ്സസ്, മൂന്ന് ഫിനാൻസ്. അങ്ങനെ നമ്മൾ 3 ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സസ്, HR ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നോക്കാം, HR എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ? HR ഡിപ്പാർട്ട്മെന്റ്, നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതും നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HR, ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നോക്കുക. This department is given the aim of recruiting efficient human resources for the hospital. അല്ലെ? ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, it also creates policies and procedures that the staffs have to follow in the hospital. അതായത് ആ ഒരു ഹോസ്പിറ്റൽ ജസ്റ്റ് ആളുകളെ റിക്രൂട്ട് ചെയ്ത് മാത്രമല്ല, ഓക്കെ, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് മാത്രം HR ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി അവിടെ അവസാനിക്കുന്നില്ല. പിന്നെ എന്തുകൂടെ വേണം? ആ ഹോസ്പിറ്റലില് ആ സ്റ്റാഫുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാവിധ പോളിസികളും പ്രൊസീജിയറുകളും ക്രിയേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെയോ ഇറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അവര് പ്രധാനമായിട്ടും എന്താണ് ലക്ഷ്യമിടുന്നത്? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആണ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ? അവരെത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല സേവനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതെന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ? ഇറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൽ ലക്ഷ്യമിടുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കാം, എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെയൊക്കെ സംതൃപ്തിപ്പെടുത്താൻ പറ്റും? എങ്ങനെയൊക്കെ നമുക്ക് എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും? ഒന്ന്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കുക അല്ലെ? പിന്നെയോ പ്രൊവിഷൻ ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് പണമായിട്ടും പണമല്ലാത്തതുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താണ്? ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ for the services rendered by the employees. എംപ്ലോയീസ് എന്തെങ്കിലും കാരണവശാല് മോശം സേവനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് HR ഡിപ്പാർട്ട്മെന്റിനാണ്. മനസ്സിലായല്ലോ? HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിന്, നമ്മുടെ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിക്ക് പുറമെ എന്താണ്? ആ ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫുകളും പാലിക്കേണ്ടതായിട്ടുള്ള
പോളിസീസ് ആൻഡ് പ്രൊസീജിയർ എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെ? എംപ്ലോയിനെ സംതൃപ്തിപ്പെടുത്താം. ഇനി എംപ്ലോയിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റാം പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കാം. അതുപോലെ അവർക്ക് പ്രൊവൈഡിങ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്, അല്ലെ? പണമായിട്ടും അല്ലാത്തതുമായ ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പറയുന്ന എംപ്ലോയീസ് കൊടുക്കുന്ന മോശം സേവനങ്ങളിൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? HR ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിന് നിലനിൽക്കണമെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് the financial aspects of the hospital. ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, they make budgets. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യുന്നത് നോക്കിയേ. they make budgets, അല്ലെ? ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു. പിന്നെ ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ, അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിൽ ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ആസൂത്രണങ്ങൾ നടത്തുന്നു. പിന്നെന്താണ്? ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദർ അപ്ഗ്രഡേഷൻ, അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പരിഷ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും അത് തന്നെയാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? അവര് ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു. അതുപോലെ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ, അല്ലെ, അവരുടെ സാമ്പത്തിക ഭാവിയിലേക്കുള്ള സാമ്പത്തിക ആസൂത്രണങ്ങൾ നടത്തുന്നതും വിവിധ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നവീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഫിനാൻഷ്യൽ റിസോഴ്സസ് പിന്തുണയും കൊടുക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെയോ they also provide wage statements for the staff and oversee purchases of medical supplies and pharmaceuticals for the hospital. അതുപോലെ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള വേജ് സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ ആ ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ സപ്ലൈസ് ഫാർമസ്യൂട്ടിക്കൽസും മറ്റും പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഫിനാൻസ്, അല്ലെ, പൈസ ആവശ്യം വരും. അതെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അതൊരു ഹോസ്പിറ്റലിലെ സാമ്പത്തിക വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നോക്കി വെക്കാം. ബഡ്ജറ്റുകൾ തയ്യാറാക്കാം, ഹോസ്പിറ്റലിലേക്ക് എത്ര റവന്യൂ വരുന്നുണ്ട്, എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, ഇനി ഭാവിയിൽ എന്തൊക്കെ എക്സ്പെൻസുകൾ വന്നേക്കാം, അപ്പൊ അതിന് വേണ്ട സാമ്പത്തിക ആസൂത്രണങ്ങളൊക്കെ ഇവരാണ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഭരണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? ഓക്കെ, this department is having the powers of looking after the day-to-day operations of a hospital. ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? ഓക്കെ, they look after all the paperwork of the hospital and ensure that every department follows administrative procedure of a hospital. ഹോസ്പിറ്റൽ സംബന്ധമായ എല്ലാ പേപ്പർ വർക്കുകളും പരിപാലിക്കുന്നതും അതുപോലെ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും ഭരണപരമായിട്ടുള്ള എല്ലാ പ്രൊസീജിയറുകളും അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതും ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ആണ് ആ ഹോസ്പിറ്റലിനെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെ? ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള പോളിസികളും പ്രൊസീജിയറുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ അവിടുത്തെ ഓരോ സ്റ്റാഫുകളും ആ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെ? പിന്നെയോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൾസോ ഓർഗനൈസസ് ആൻഡ് സപ്പോർട്ട്സ് ദ പേഷ്യൻസ് ടോട്ടൽ മെഡിക്കൽ കെയർ during an episode of illness in the hospital and is responsible for integrating various functions and services. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് അവരുടെ പരിചരണത്തിലുടനീളം അവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പരിചരണങ്ങൾക്ക് എന്താണ് വേണ്ട പിന്തുണ കൊടുക്കുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. അവർക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകൾ വരാം, അല്ലെ? എന്ത് വർക്കുകൾ, ഒരു പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്ന അതുമായിട്ട് പേപ്പർ വർക്കുകളും ഡോക്യുമെന്റ്സുകളും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് കേട്ടോ.
അത് മാത്രമല്ല ആ ഹോസ്പിറ്റലിലെ വിവിധ സേവനങ്ങളെ, വിവിധ ഫങ്ഷൻസുകളെ പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്ത്, അതായത് ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നോ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചാപ്റ്റർ പഠിച്ചത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റും 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് അതിനകത്ത് പഠിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.